ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഉണ്ടെങ്കിലേ വളത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോക്കോ X6 പ്രോയും മോട്ടോ എഡ്ജ് 50 പ്രോയും നമ്മൾ കമ്പാരിസൺ ആണ്. സോ ഈ സ്മാർട്ട് ഫോൺ ഡയറക്റ്റ്ലി കമ്പയറബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അല്ല, പ്രൈസിൽ വ്യത്യാസം വരുന്നുണ്ട്. കാരണം പോക്കോ X6 പ്രോയുടെ ടോപ്പ് എൻഡ് വേരിയൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 28,000 രൂപയാണ്. അതേസമയം മോട്ടോ എഡ്ജ് 50 പ്രോയുടെ ബേസ് വേരിയൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 32,000 രൂപയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. പിന്നെ മോട്ടോയ്ക്ക് നമ്മൾ ബാങ്ക് ഓഫറൊക്കെ ആഡ് ചെയ്യുവാണെങ്കിൽ 2,000 രൂപ ഓഫ് കിട്ടും. അതൊരു 30,000 റുപ്പീസിനാണ്. എന്നാൽ പോലും 2,000 രൂപ ചീപ്പറാണ് പോക്കോ X6 പ്രോ. പക്ഷേ അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സൊക്കെ മോട്ടോയിൽ വരുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടും സ്മാർട്ട് ഫോണിൽ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത്തിരി സ്പെൻഡ് ചെയ്ത് മോട്ടോ എടുക്കണോ അല്ലെങ്കിൽ പോക്കോ X6 പ്രോ എടുക്കണോ എന്ന് നമുക്ക് നോക്കാം. സോ ഡിസൈൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ പോക്കോയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 8.3 mm ആണ് തിക്നെസ് വരുന്നത്. 190 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ലെതർ ബാക്കാണ് വരുന്നത്. സോ കളറിൻ്റെ വേരിയേഷൻ വരുന്നതാണ്. പിന്നെ പ്ലാസ്റ്റിക് ഫ്രെയിം വരുന്നുണ്ട്. IP54 റേറ്റിംഗ് വരുന്നുണ്ട്. അതേസമയം മോട്ടോയിലാണെങ്കിൽ 8.2 mm ആണ് തിക്നെസ് വരുന്നത്. 186 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. വീഗൻ ലെതർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബാക്കാണ് വരുന്നത്. പിന്നെ അലൂമിനിയം ഫ്രെയിം ആണ് കൂടെ വരുന്നത്. പിന്നെ IP54 റേറ്റിംഗ് വരുന്നുണ്ട്. സോ പ്രീമിയം ഫീൽ അല്ലെങ്കിൽ പ്രീമിയം ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഫീൽ കിട്ടാൻ പോകുന്നത് എന്തുകൊണ്ടും മോട്ടോയിലായിരിക്കും. കാരണം ഒന്ന് അലൂമിനിയം ഫ്രെയിമാണ്, പിന്നെ IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസും വരുന്നുണ്ട്. ഇനി നമ്മുടെ ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ പോക്കോ X പ്രോയിൽ നമുക്കൊരു 6.67 ഇഞ്ചിൻ്റെ ഒരു 1.5K 120 ഹെർട്സിൻ്റെ ഫ്ലാറ്റ് 12-bit ആമോലെഡ് പാനലാണ് വരുന്നത്. 1800 നിറ്റ്സ് ആണ് ബ്രൈറ്റ്നസ് വരുന്നത്. HDR10+ സപ്പോർട്ടും ഡോൾബി വിഷൻ സപ്പോർട്ടും വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറുണ്ട്. വൈഡ് ബാൻഡ് L1 സപ്പോർട്ടുണ്ട്. അത് നെറ്റ്ഫ്ലിക്സിലും ആമസോൺ പ്രൈമിലൊക്കെ HDR10 സപ്പോർട്ടും ഡോൾബി വിഷൻ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അതേസമയം മോട്ടോയിലാണെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ ഒരു 1.5K 144 ഹെർട്സ് കർവ്ഡ് 10-bit OLED പാനലാണ്. OLED പാനലാണ്. 2000 നിറ്റ്സ് ആണ് ബ്രൈറ്റ്നസ് വരുന്നത്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏത് പ്രൊട്ടക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടില്ല. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്. വൈഡ് ബാൻഡ് L1 സപ്പോർട്ട് ഉണ്ട്. പക്ഷേ നെറ്റ്ഫ്ലിക്സിലും ആമസോണിൽ ഇപ്പോൾ HDR സപ്പോർട്ട് ചെയ്യുന്നില്ല. സോ ഡിസ്പ്ലേ ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫ്ലാറ്റ് ആമോലെഡ് പാനലാണ് ഇഷ്ടം. ഇപ്പോൾ ചിലർക്ക് കർവ്ഡായിരിക്കും ഇഷ്ടം. പക്ഷെ എന്നാൽ പോലും കൂടെ പോക്കോയിൽ നമുക്ക് ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 12-bit പാനലാണ്. സോ പാനലിൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് പോക്കോ തന്നെയാണ്. ഇത് നമ്മൾ ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ പോക്കോയിൽ നമുക്ക് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കിട്ടുന്നുണ്ട്. ഡോൾബി അറ്റ്മോസ് ഉണ്ട്. ഹൈറസ് ഓഡിയോ ഉണ്ട്. അതേസമയം മോട്ടോയിലാണെങ്കിൽ നമുക്ക് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസും വരുന്നുണ്ട്. പിന്നെ സ്പേഷ്യൽ ഓഡിയോയും വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഹെഡ് ട്രാക്ക് ചെയ്ത് സൗണ്ട് അതിനനുസരിച്ച് വിടാൻ നമുക്ക് മോട്ടോയിൽ പറ്റും. സോ ബെറ്റർ ഓഡിയോ തരുന്നത് മോട്ടോ എഡ്ജ് 50 പ്രോയാണ്. ഇനി പെർഫോമൻസിൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ പോക്കോയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഡയമൻസിറ്റി 8300 ആണ്. 4 nm പ്രോസറാണ്. അതിൻ്റെ സ്പെക്ക് ഞാൻ ഇവിടെ താഴത്ത് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. ഇവിടെ മോട്ടോയിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 7 Gen 3 ആണ് വരുന്നത്. ഇവിടെ ഞാൻ ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഡിമെൻസിറ്റി 8300 നമുക്ക് നമ്മുടെ പോക്കോയിൽ LPDDR5X റാമും UFS 4.0 ആണ്. അതേസമയം മോട്ടോയിൽ നമുക്ക് LPDDR4X റാമും UFS 2.2 സ്റ്റോറേജ് ആണ്. ഇപ്പോൾ രണ്ട് സ്മാർട്ട് ഫോൺസിലും SD കാർഡ് സപ്പോർട്ട് വരുന്നില്ല. സോ ഞാൻ വിചാരിച്ചത് ശരിക്കും പറഞ്ഞാൽ UFS 3.1 എങ്കിലും കൊടുക്കാമായിരുന്നു മോട്ടോയ്ക്ക്. ഓൾറെഡി 7 Gen 3 കമ്പാരിറ്റീവ്ലി വീക്കാണ് ഈ ഡിമെൻസിറ്റി 8300 കമ്പയർ ചെയ്യുമ്പോൾ. സോ UFS 3.1 കൊടുത്തായിരുന്നെങ്കിൽ ഇച്ചിരി കൂടി പിടിച്ചിരിക്കാൻ പറ്റുമായിരുന്നു ലോഞ്ച് GT അനുസരിച്ച്. സോ നമുക്കെന്നാൽ അതിൻ്റെ പെർഫോമൻസ് നമുക്ക് നോക്കാം. ആൻഡ്രോയിഡ് വേർഷൻ 10 സ്കോർ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ പോക്കോടെ നോക്കുകയാണെങ്കിൽ 13,60,699 ടോട്ടൽ സ്കോർ വരിക. അതേസമയം സ്നാപ്ഡ്രാഗൺ 7 Gen 3 മോട്ടോ എഡ്ജ് 50 പ്രോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 8,66,863 സോ വളരെ ഒരു ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട് അവിടെ. CPU നോക്കുകയാണെങ്കിൽ പോക്കോയിൽ 3,07,226 അതേസമയം മോട്ടോയിൽ 2,56,757. GPU ആണെങ്കിൽ പോക്കോ 5,19,354, മോട്ടോ ആണെങ്കിൽ 2,72,332. GPU ഒരു രക്ഷ ഉണ്ടാവില്ല. GPU ഇരട്ടി സ്പീഡാണ് നമുക്ക് പോക്കോയിൽ കിട്ടുന്നത്. സോ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആൾക്കാർക്ക് പറ്റിയ ഫോണാണ് പോക്കോ. ഈ സ്മാർട്ട് ഫോണിൻ്റെ ഒരു ബേസ് ഇത് തന്നെയാണ്, പെർഫോമൻസ് ആണ്. ഇനി Geekbench 6 ആണെങ്കിൽ സിംഗിൾ നമുക്ക് പോക്കോയിൽ 1,505 മൾട്ടി 4,829. അതേസമയം മോട്ടോ 1,139 മൾട്ടി 3,375. സോ പെർഫോമൻസിന് പറ്റിയ സ്മാർട്ട് ഫോണാണ്. ഒരു ചാൻസും ഇല്ല ശരിക്കും മോട്ടോയ്ക്ക് കമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല ഡയമൻസിറ്റി 8300 ആയിട്ട്. സോ പെർഫോമൻസ് പോക്കോ തന്നെയാണ് ബെറ്റർ. നമ്മൾ OSൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് പോക്കോയിൽ ഹൈപ്പർ OS ആണ് വരുന്നത്. Android 14 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് വരുന്നുണ്ട്.
അതേസമയം മോട്ടോ എഡ്ജ് 50 പ്രോയിലാണെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ UI ആണ്, ഹലോ മോട്ടോ എന്നാണ് പറയുന്നത്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ് ശരിക്കും പറഞ്ഞാൽ, വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. ചെറിയ UI എന്താ പറയുക ഡിസൈനൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 14 ആണ്. ഇവിടെ 3 വർഷം ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ്. മോട്ടോ ഇത്തിരി സ്ലോ ആണ് അപ്ഡേറ്റ് തരുന്നതിൽ, പക്ഷേ ബഗ്സും കാര്യങ്ങളൊക്കെ കുറവാണ്. സോ അതാണ് നമുക്ക് ശരിക്കും വേണ്ടത്. ഇനി നമ്മൾ ക്യാമറയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ പോക്കോയിൽ നമുക്കൊരു പ്രൈമറി 64 മെഗാ പിക്സലിൻ്റെ f1.7 ആപ്സിഡറിൻ്റെ സെൻസറാണ്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 8 മെഗാ പിക്സൽ f2.2 അൾട്രാവൈഡ് വരുന്നുണ്ട്. 2 മെഗാ പിക്സൽ മാക്രോ 4K 30 FPS ആണ് മാക്സ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ 16 മെഗാ പിക്സലിൻ്റെ f2.4 സെൽഫി ക്യാമറ വരുന്നുണ്ട്. 1080p 60 FPS ആണ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. അതേസമയം മോട്ടോയിലാണെങ്കിൽ നമുക്കൊരു പ്രൈമറി 50 മെഗാ പിക്സൽ f1.4 ആപ്സിൽ വരുന്ന പ്രൈമറി സെൻസർ വരുന്നുണ്ട്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലേസർ ഓട്ടോ ഫോക്കസ് സപ്പോർട്ട് ഉണ്ട്. പിന്നെ സെക്കൻഡറി ഒരു 10 മെഗാ പിക്സൽ f2.0 3x ഒപ്റ്റിക്കൽ സൂം വരുന്നൊരു സെൻസറാണ് വരുന്നത്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 13 മെഗാ പിക്സൽ f2.2 അൾട്രാവൈഡ് വരുന്നുണ്ട്. നമുക്ക് മാക്സിമം 4K 30 FPS ആണ് വിത്ത് HDR10+ റെക്കോർഡിംഗും ഉണ്ട്. പിന്നെ സെൽഫി ആണെങ്കിൽ 13 മെഗാ പിക്സൽ f2.2 സെൽഫി 4K 30 FPS ആണ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇവിടെ ക്യാമറയുടെ നമുക്ക് ഒരു രക്ഷയില്ല, മോട്ടോ തന്നെയാണ് ബെറ്റർ ആയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഇതിലൊരു വെർസറ്റൈൽ സെറ്റപ്പാണ്. നമുക്ക് പ്രൈമറി ഒരു അടിപൊളി f1.4 സെൻസറൊക്കെയാണ് വരുന്നത്, ലെൻസാണ് വരുന്നത്. സോ ബെറ്റർ പെർഫോമൻസ് കിട്ടും. നമുക്ക് ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്, അൾട്രാവൈഡ് വരുന്നുണ്ട്, എല്ലാത്തിലും ബെറ്റർ ആയിട്ട് എടുക്കുന്നത്. ക്യാമറ ഒരു ചാൻസും ഇല്ല പോക്കോയ്ക്ക് മോട്ടോയായിട്ട് കമ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ മോട്ടോയാണ് ക്യാമറയുടെ കാര്യത്തിൽ ബെറ്റർ ആയിട്ട് എടുക്കുന്നത്. ഇനി ബാറ്ററിയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ പോക്കോ X6 പ്രോയിൽ 5000 mAh ബാറ്ററിയും 67 വാട്ട്സ് ചാർജറാണ്. 0 to 100 ഒരു 45 മിനിറ്റ് ഉണ്ടാവും. അതേസമയം മോട്ടോ എഡ്ജ് 50 പ്രോയിൽ 4500 mAh ബാറ്ററിയാണ്. ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ 8GB 256GB വേരിയൻ്റാണ് എടുക്കുന്നതെങ്കിൽ 68 വാട്ട്സ് ചാർജറായിരിക്കും. 12GB 256GB വേരിയൻ്റ് ആണെങ്കിൽ 125 വാട്ട്സ് ആയിരിക്കും. സോ 0 to 100 ഞാൻ പറയുവാണെങ്കിൽ ഇത് 125 വാട്ട്സിൻ്റെയാണ്. 0 to 100 ഒരു 20 മിനിറ്റ് ഉണ്ടാവും. സോ സ്ക്രീൻ ഓൺ ടൈം രണ്ടിൽ ഏതാണ്ട് ഒരു 7 hours ഒക്കെ പ്രതീക്ഷിക്കാം. സോ ഇതിൽ ഏതാ ബെറ്റർ എന്ന് ചോദിച്ചാൽ എൻ്റെ രീതിയിൽ പറഞ്ഞാൽ പോക്കോ ആയിരിക്കും. കാരണം ലാസർ ബാറ്ററി കിട്ടുന്നുണ്ട്, അത്യാവശ്യം ഫാസ്റ്റർ ചാർജിങ്ങും വരുന്നുണ്ട്. ഇനി കണക്ടിവിറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ പോക്കോയിൽ നമുക്ക് 14 5G ബാൻഡും ബ്ലൂടൂത്ത് 5.4 Wi-Fi 6 IR ബ്ലാസ്റ്റർ USB Type-C 2.0. അതേസമയം മോട്ടോയിലാണെങ്കിൽ 15 5G ബാൻഡ് ബ്ലൂടൂത്ത് 5.4 Wi-Fi 6E വരുന്നുണ്ട്. NFC സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ USB Type-C 3.2 ആണ് വിത്ത് ഡിസ്പ്ലേ പോർട്ട് 1.4. സോ നിങ്ങൾക്ക് മോണിറ്ററോട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ PC ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡൊക്കെ വളരെ ഫാസ്റ്റ് ആയിരിക്കും. സോ കണക്ടിവിറ്റി ആയിട്ട് ബെറ്റർ ആയിട്ട് എടുക്കുന്നത് മോട്ടോയാണ്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യമാണ് പ്രൈസ്. മോട്ടോ 8GB 256 മോട്ടോ അല്ല പോക്കോ 8GB 256 26,000 രൂപയും 12GB 512 22,000 രൂപയാണ്. അതേസമയം മോട്ടോ എഡ്ജ് 50 പ്രോ 8GB 256GB 32,000 രൂപയും 12GB 256 36,000 ആണ്. സോ ഇവിടെ അത്യാവശ്യം ഒരു നല്ലോണം പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് റെഗുലർ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ 4,000 രൂപ വ്യത്യാസം വരുന്നുണ്ട്. സോ ആ പ്രൈസിൽ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അത്ര ഇച്ചിരി കൂടി സ്പെൻഡ് ചെയ്ത് എടുക്കണമെന്ന് ചോദിച്ചാൽ മോട്ടോ ഒരു വർത്ത് സ്മാർട്ട് ഫോണാണ് എടുക്കുകയാണെങ്കിൽ. കാരണം ബിൽഡിൻ്റെ കാര്യത്തിലായാലും ലുക്കിൻ്റെ കാര്യത്തിലായാലും എന്താ പറയുക പെർഫോമൻസ് അത്യാവശ്യമുണ്ട്. പിന്നെ നല്ല അത്യാവശ്യം കേപ്പബിൾ ആയിട്ടുള്ള ക്യാമറ തന്നെയാണ് വരുന്നത്. സോ ഒരു പ്രീമിയം സ്മാർട്ട് ഫോണാണ് ശരിക്കും പറഞ്ഞാൽ മോട്ടോ. പോക്കോ ഒരു വേറെ ഒരു എന്താ പറയുക സെഗ്മെൻറ്റ് ഫോണാണ്. സെഗ്മെൻറ്റ് ഫോൺ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ആൾക്കാർക്ക് വേണ്ടി വെച്ചേക്കുന്ന ഒരു ഫോണാണ് പോക്കോ. അതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് സ്മാർട്ട് ഫോണാണ്. ക്യാമറ അത്ര പോരാ, ഓൾമോസ്റ്റ് എന്താ പറയുക ഡിസ്പ്ലേ അടിപൊളിയാണ്, സ്പീക്കർ അടിപൊളിയാണ്, പിന്നെ പെർഫോമൻസ്. ഇതാണ് അതിൻ്റെ 3 ഹൈലൈറ്റ് വരുന്നത്. അതേസമയം മോട്ടോ ആണെങ്കിൽ ഡിസ്പ്ലേ അടിപൊളിയാണ്, പെർഫോമൻസ് അത്യാവശ്യം കൊള്ളാം, ക്യാമറ അടിപൊളിയാണ്, ബിൽഡ് അടിപൊളിയാണ്, ഒരു ബാലൻസ്ഡ് സ്മാർട്ട് ഫോണാണ് മോട്ടോ. സോ ഇത് ഏത് ബെറ്റർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിമർ ആണെങ്കിൽ പോക്കോ ആയിട്ട് പോവുക. അല്ലാണ്ട് ഒരു ബാലൻസ്ഡ് സ്മാർട്ട് ഫോൺ ആണ് നിങ്ങൾക്ക് വേണ്ടത്, ഒരു ക്യാമറ സ്മാർട്ട് ഫോൺ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ മോട്ടോ ആയിട്ട് പോവുക. സോ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. സോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.